വെൽക്കം ബാക്ക് ടു നോളജ് വിത്ത് AR. സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റിയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബഷീർ ദിന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണിത്. ആദ്യത്തെ ചോദ്യം, ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. ജൂലൈ 5-നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ദിനം. ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്ത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്ത്? കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? കൊച്ചു മുഹമ്മദ്. ബഷീർ ജനിച്ചത് എന്നാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജനന തീയതി എന്നാണ്? 1908 ജനുവരി 21-നാണ് ബഷീർ ജനിച്ചത്. ജന്മസ്ഥലം എവിടെയാണപ്പോൾ? തലയോലപ്പറമ്പ്. വൈക്കത്തുള്ള, കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ള തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? കായി അബ്ദുറഹ്മാനും കുഞ്ഞാത്തുമ്മയുമാണ് ബഷീറിൻ്റെ മാതാപിതാക്കൾ. ബഷീറിൻ്റെ പിതാവിൻ്റെ പേരാണ് കായി അബ്ദുറഹ്മാൻ, മാതാവിൻ്റെ പേരാണ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാബി ബഷീർ. ബഷീറിൻ്റെ ഭാര്യയുടെ പേരാണ് ഫാബി ബഷീർ. 1958-ലാണ് ബഷീർ വിവാഹിതനായത്. ഫാബി ബഷീറിനെ വിവാഹം കഴിച്ചത്. ഫാബി ബഷീറിൻ്റെ യഥാർത്ഥ പേരാണ് ഫാത്തിമ ബീവി. ഫാബി ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഫാത്തിമ ബീവി. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിൻ്റെ സഹോദരി ആരാണ്? പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത് ബഷീറിൻ്റെ ഒരു സമാഹാരമാണ്. അതിലെ നായികയായ ബഷീറിൻ്റെ സഹോദരി ആരാണ്? ഫാത്തിമ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? പ്രേമലേഖനം. 1942-ലാണ് പ്രേമലേഖനം. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏതാണ്? തങ്കം. ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനമാണ്. എന്നാൽ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ എന്ന് പറയുന്നത് തങ്കം. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. ബഷീർ ആകെ ഒരു ബാലസാഹിത്യ കൃതിയാണ് എഴുതിയിട്ടുള്ളത്. അതാണ് സർപ്പയജ്ഞം. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആര്? ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആര്? ബഷീർ തന്നെ. ബഷീർ തന്നെയാണ് ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത്. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരമേത്? ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഉപ്പു സത്യാഗ്രഹം. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? റൊണാൾഡ് ഇ ആഷർ. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? റൊണാൾഡ് ഇ ആഷർ. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചതാരാണ്? ONV കുറുപ്പ്. ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയ ഒരു മരമുണ്ട്. ഏതാണ് ആ മരം? ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയ ഒരു മരമുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റിൻ.
മാംഗോസ്റ്റിൻ മരമാണ് ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയ മരം. ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ബഷീറിൻ്റെ എടിയെ. വൈക്കം മുഹമ്മദിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരാണ് ബഷീറിൻ്റെ എടിയെ. ആത്മകഥാപരമായ ബഷീർ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. ആത്മകഥാപരമായ ബഷീർ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 1982. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 1982. ആകാശമിട്ടായി കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീർ നോവൽ ഏതാണ്? പ്രേമലേഖനം. ആകാശമിട്ടായി കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീർ നോവൽ ഏതാണ്? പ്രേമലേഖനം. മതിലുകൾ എന്ന നോവൽ സിനിമയാക്കി സംവിധാനം ചെയ്തത് ആരാണ്? മതിലുകൾ എന്ന നോവൽ സിനിമയാക്കി സംവിധാനം ചെയ്തതാരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. 1989 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കി സംവിധാനം ചെയ്തത്. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ. എല്ലാ ജീവികൾക്കും ഭൂമിയിൽ തുല്യ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിക്കാട്ടുന്ന ബഷീർ കൃതി ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. എല്ലാ ജീവികൾക്കും ഭൂമിയിൽ തുല്യ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിക്കാട്ടുന്ന കൃതി ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഭാർഗവീ നിലയം. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഭാർഗവീ നിലയം. ഏതു കൃതിയിലെ പ്രസിദ്ധ വാക്യമാണ് വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്നത്? എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരാനുണ്ടായിരുന്നു. ഏതു കൃതിയിലെ പ്രസിദ്ധ വാക്യമാണ് വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്നത്? എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരാനുണ്ടായിരുന്നു. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ. പാത്തുമ്മയുടെ ആട്. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? പാത്തുമ്മയുടെ ആട്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? ബഷീർ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ബാലാമണിയമ്മ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആരാണ്? മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആരാണ്? മമ്മൂട്ടി. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ബാല്യകാലസഖി. മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ബാല്യകാലസഖി. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടിയുള്ളത്? ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടി ഉള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീർ രചിച്ച ഒരേ ഒരു നാടകം. കഥാബീജം. ബഷീർ രചിച്ച ഒരേ ഒരു നാടകം കഥാബീജം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? നേരും നുണയും. മണ്ടൻ മുത്തപ്പ ബഷീറിന് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ.
ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏത്? 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏതാണ്? 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. ബഷീറിൻ്റെ തൂലികാനാമം എന്ത്? പ്രഭ. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉജ്ജീവനം. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം? 1994 ജൂലൈ 4. വൈക്കം മുഹമ്മദ് അന്തരിച്ച വർഷം എന്നാണ്? 1904 ജൂലൈ 4. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാസമാഹാരം ഏത്? യാ ഇലാഹി. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാസമാഹാരം ഏത്? യാ ഇലാഹി.